നമ്മൾ മാങ്ങ ഇറക്കാൻ പോരണോ? ആ പോരെ. ഈ വലിയ കൊട്ട വേണോ? ഇത് മതി, അതിനുള്ള മാങ്ങ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ മാങ്ങ ഉണ്ടോന്നൊന്ന് പോയി നോക്കട്ടെ, മാങ്ങ ഇറക്കാൻ. അപ്പോൾ വലിയ മോളെ കമോൺ ഫോളോ മീ. പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ആ പറയപ്പെട്ട മൂച്ചി. മാങ്ങ ഉണ്ടോന്നാവോ, പോയി നോക്കട്ടെ. മാങ്ങയുണ്ടോ? മാങ്ങ കാണാനൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ അതാ കിടക്കുന്നുണ്ട്. പക്ഷെ ഒക്കെ കൊത്തിയതാ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇവനെ കണ്ടിട്ട് കുഴപ്പമില്ല തോന്നുന്നുണ്ട്. കുറച്ച് നോക്കട്ടെ കേട്ടോ, ചിലപ്പോൾ നമ്മളെ പറ്റിക്കും. നല്ലതാന്ന് കരുതി എടുത്തുക്കെല്ലണ നേരത്ത് കണക്കന്നെ ഈ കാരം. മാങ്ങയൊക്കെ ചാടിക്കൂട്ടോ, കുറച്ച് മാങ്ങയൊക്കെ ഉണ്ട്. എന്താ നല്ല മഴയെന്നില്ലേ? കൊള്ളാം. ഭാഗ്യം ചെറിയ കൊട്ട എടുക്കാത്തത്. എന്താ വരി വരിക്ക്? അപ്പൊ മൂച്ചിനോട് ചോദിച്ചു നോക്കണ്ടേ എന്താന്ന്? അതാമ്മ രണ്ടെണ്ണം. ഞങ്ങൾ പണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് കുറച്ചൊരു മാങ്ങ കയറി പൊട്ടിച്ചു. റബ്ബേ, ഇപ്പം കയറാനൊന്നും ഏതായാലും വയ്ക്കൂല. ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, എന്താ വീണിട്ട് ചതഞ്ഞതാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതണ്ട, ഇത് മൂവാണ്ട മാങ്ങയാണ് കേട്ടോ, നല്ല വെള്ള മൂവാണ്ടനാണ്. ഞങ്ങളൊക്കെ കഴിഞ്ഞിക്കണു. കഴിഞ്ഞു തോന്നുന്നുണ്ട്, നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതാ ഒരു ചെറിയൊരു കൊട്ട മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ നല്ല അടിപൊളി മാങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് നല്ലൊരു ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാം. അതാവും ഇപ്പം നല്ലത്. വലിയ ചിലവില്ലാതെ ഇനി ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണ്. അല്ലെങ്കിൽ നല്ലോണം പഴുത്തതല്ലേ, അതുകൊണ്ട് പൂണ്ട് തിന്നാലും നല്ല രസമാണ്. കൊട്ട നിറയെ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് വെള്ളമാവും കുറച്ച് വിട്ടിട്ട്. അപ്പം മാങ്ങയൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട്. വേണ്ടോ, എന്തൊരു അടിപൊളി മാങ്ങയാണ് കാണും. ഈ പാറമ പോയി ഇരുന്നിട്ടേ നമുക്ക് കുറച്ച് ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് മാങ്ങ കഴിക്കാം എന്തായാലും. ഇത് നമ്മളിവിടെ തന്നെയുള്ള പാറയാണ് കേട്ടോ. വീടാണ് കാണുന്നത്, അതിൻ്റെ തൊട്ട വേക്കിൽ തന്നെ ഉള്ളതാണ്. ഇത് ഇന്നെങ്ങാനും ഇത്ര പോരെ, ഇത് മതി. കാക്കൊന്നും ഇല്ലല്ലോല്ലേ. ഇതിൽ കുറച്ച് മുളകും പൊടി ഇടുക. കുറച്ച് ഉപ്പ്,
ഇത് ആണെങ്കിൽ വെളിച്ചെണ്ണ കൊറ്റിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണ ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ്. പണ്ടത്തെ ആ വെറി ഇപ്പോഴും ഉണ്ട് കേട്ടോ. മാങ്ങയൊക്കെ കാണുമ്പോൾ സ്കൂൾ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മളും അങ്ങനെ തന്നെയാണ്. വേണ്ട അടിപൊളി. ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു. പൊളി ടേസ്റ്റ്. നല്ലേ മോളെ തിന്നോക്കാം. ഇഷ്ടല്ലേ അമ്മ? ഇത് കഴിച്ചു നോക്ക്, എന്നിട്ട് പറയേ എന്താ അടിപൊളിന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണത്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗെയ്സ് മാങ്ങൊക്കെ തിന്നിട്ട് ചുണ്ടൊക്കെ നീറി ആകെ നല്ല സുഖം, നല്ല രസം. എന്തായാലും നല്ലൊരു പൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ മാങ്ങ കിട്ടുമ്പോൾ ഒന്ന് ഉപ്പും മുളകൊക്കെ തിരുമ്മിയിട്ട് കഴിക്കൊണ്ടു. അടിപൊളി ടേസ്റ്റാണ്. നമ്മളെ കുട്ടിക്കാലം ഇങ്ങനെ ഓർമ്മ വരും നമുക്ക്. ചെയ്ത കുറേ ആൾക്കാരുണ്ടാവും, ചെയ്യാത്തവരും ഉണ്ടാവും കേട്ടോ. ഇതാണ്ടോ ഞങ്ങളെ പ്രകൃതിയാണിത്, വളരെ മനോഹരമാണ്. പ്രകൃതി രമണീയമായ ഈ നാട്ടിൽ അട്ടപ്പാടിയൊന്നല്ല കേട്ടോ, ഇത് ഇവിടെ തന്നെയാണ്, കൊളത്തൂരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. ഈ മരം കണ്ടങ്ങൾ നല്ല മുള്ളിൻ്റെ മരം, എന്താ ഇതിന് പറയുക, പൂളമരം. പൂളമരത്തിൻ്റെ മുള്ളാണ് ഇട്ടത്. ഞങ്ങളിത് വെച്ചിട്ട് ഇതിൻ്റെ ഈ കായ ഈ മുള്ള് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ പറമ്പിക്ക് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ മുറുക്കാണ്ടാക്കും. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഞങ്ങൾ പണ്ട് ചെയ്തിരുന്നതാണ്. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ഞങ്ങളിത് വെറുതെ ചോപ്പിക്കാൻ വേണ്ടി മാത്രം എടുക്കണം കേട്ടോ. ഇതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ ഇത് എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഇപ്പോൾ ഓരോ ഇലകളൊക്കെ കഴിച്ചിട്ട് ഓരോ പൂക്കളൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തരും മരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണമൊന്നുമില്ല കേട്ടോ. ചുമ്മാ കുട്ടിക്കാലത്ത് കാട്ടിയിരുന്ന ഒരു കൊപ്രായങ്ങൾ വെച്ചിട്ട് കാണിക്കുക എന്ന് മാത്രം. നമ്മളെ കാട്ടിലുള്ള ഈ തെച്ചിപ്പൂവ് ഉണ്ടല്ലോ, ഇതിന്മേ ഉണ്ടാവും ഒരു ചെറിയ പഴം. അത് കഴിച്ചിട്ട് അത് നല്ല പഴുത്തുണ്ടാവും. ഇപ്പോൾ ഈ സമയത്ത് വല്ലാണ്ട് കായ്ക്കില്ല, നല്ല വേനൽക്കാലത്തേക്കാരം നല്ലോണം ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ആ കായ പെറുക്കിയിട്ടു കഴിക്കുമായിരുന്നു. അതേമാതിരി മുള്ളമ്പഴം എന്നൊക്കെ പറയില്ലേ, അത്, കൈനിപ്പഴം, അതൊക്കെ. പിന്നെ ഈ പറമ്പിൻ്റെ മുകളിലുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു കരിമ്പനൻ്റെ മരം. പൊന്നാരൻ്റെ മക്കളെ, കരിമ്പനമ്മ കയറിയിട്ട് എൻ്റെ അനിയന് എന്താ ചെയ്തു എന്നറിയോ, നല്ല കരിമ്പന തേങ്ങ ഇടാൻ കയറിയതാണ്. അതിൻ്റെ ഏറ്റവും മുകളിലുണ്ട് എത്തിയേക്ക് ഓന് കടുന്നലട് കുത്തിയേക്ക്. ഓനാണെങ്കിൽ അന്ന് ട്രൗസറാണ് ഇട്ടിക്കുന്നത്. ചെറുന്നനെ അങ്ങോട്ട് ഉരുസി ചാടിയിട്ട് ഈ കരിമ്പനൻ്റെ ആ മുള്ളും ഇതൊക്കെ പാടായിട്ട് താഴത്തേക്കൊണ്ട് എത്തി നോക്കുമ്പോൾ ഓൻ്റെ തോട രണ്ടുകൂടി പൊളിഞ്ഞിട്ട് നിങ്ങളോട് പറയാൻ വല്ലാത്തൊരവസ്ഥ. കരിമ്പന എന്താ പറയുക, നൊങ്ക് കഴിക്കേണ്ട 8ൻ്റെ പൂതിയായിട്ട് തീർന്ന്. അത് ഈ പറമ്പിൻ്റെ മുകളിലാണ്. ഇതിൻ്റെ മുകളിൽ തന്നെ നല്ലൊരു കോറിയുണ്ട്, വെള്ളം കെട്ടി നിൽക്കുന്ന ചെറിയൊരു കോറിയുണ്ട്. അപ്പോൾ അവിടെ പോവും. അങ്ങനെ നിങ്ങളോട് പറയാൻ ഇതൊക്കെ തന്നെയാണ് നമ്മളെ വെക്കേഷൻ ടൈമും ആസ്വദിച്ചിരുന്ന പ്രധാനപ്പെട്ട ലൊക്കേഷന്. പക്ഷെ ആ തൊട പൊളിഞ്ഞിട്ടുണ്ടല്ലോ, പെരേക്ക് വന്നപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്നുണ്ട് ഒരു പൂസ കിട്ടിയിട്ട്. ജീവിതത്തിൽ കരിമ്പന തേങ്ങ തിന്നാനുള്ള സകല പൂതിയെടുത്ത് തീർന്നു. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കരിമ്പന തേങ്ങ വിൽക്കുന്നത് കാണുമ്പോഴേ ആ കാര്യമാണ് ആദ്യം ഓർമ്മ വരിക, പണ്ട് മരത്തുമ്പോൾ കയറിയത്. ഏതായാലും അനിയൻ്റെ തൊട മുതൽ കാലിൻ്റെ പള്ള വരെ അടി പൊളിഞ്ഞിട്ട് പിന്നെ കുട്ടിക്ക് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും വയ്യാത്തൊരവസ്ഥ. എന്തെല്ലാം തുലുമ്പ്. ആ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വലിയ നല്ല കുട്ടികളാണ്. അപ്പോൾ ഗെയിമുമ്മേണ് മൊബൈലുമ്മേണ് പറഞ്ഞിട്ട് കാര്യമില്ല. ശാരീരികമായിട്ടുള്ള എന്താ പറയുക ഉപദ്രവങ്ങളും മുറികളും കാര്യങ്ങളും
കയ്യും കാലും ഒടിച്ച് വരല്ലോ അതൊന്നും ഇപ്പം ഇല്ലല്ലോ. മറ്റേത് ഇത് പന്തളിക്കാൻ പോയിട്ടും തെങ്ങുമ്മ കയറിയിട്ടും മരത്തുമ്മ കയറിയിട്ടും സകല തെണ്ണിപ്പും കാട്ടിയിട്ട് വൈകുന്നേരം എത്തുമ്പോഴത്തേന് കയ്യും കാലും ഒടിഞ്ഞിട്ടും മുറിഞ്ഞിട്ടും അങ്ങനെയായിരുന്നു. തെങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇത് ഞങ്ങൾ താളിയൊക്കെ ആക്കിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇനം താളിൻ്റെ ഇലയാണ്. കുളിക്കാൻ പോകുമ്പോൾ കുളത്തിൻ്റെ വക്കത്തുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചിങ്ങാണ്ട് പോകും. എന്നിട്ട് ആ കുളത്തിൻ്റെ കല്ലുമട്ടോ ഒരതിങ്ങാണ്ട് താളിയായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. പറമ്പിൽ കൂടെ ഇറങ്ങുമ്പോഴേ ഇപ്പോൾ നമുക്കിതൊക്കെ ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഒക്കെ ഷാമ്പു അല്ലേ എന്തായാലും. കിട്ടിയമ്മ നോക്കി നോക്കട്ടെ, ആ ഇല ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊന്ന് നോക്കട്ടെ കേട്ടോ. ആ ഇല കിട്ടിയിട്ട് ഈ മുറുക്കാനും കൂടി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, മുറുക്കി കാണിച്ചു തരാം. എടി ഇങ്ങോട്ടൊക്കെ പുറ്റ് ഇത് കണ്ടിക്കണത് പാമ്പിന്റെ പുറ്റല്ലേ? പാമ്പിൻ്റെ അല്ല, ഇതിൻ്റെ ഉള്ളിൽ ഋഷിവര്യനുണ്ടാവും. എന്താ അങ്ങനെ പറഞ്ഞാല്? മുനിമാരുണ്ടാവും. ഞങ്ങൾ ചെറുതാവുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇതിവിടെ ഇതേപോലത്തെ വലിയ പുറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ വിചാരം ഈ പുറ്റിൻ്റെ ഉള്ളിൽ സന്യാസിമാരൊക്കെ ഉണ്ടാവും എന്നാണ് കേട്ടോ. ബാലരമയിലും ബാലമംഗളത്തിലൊക്കെ വായിച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഓർമ്മയാണ്. എന്നിട്ട് ഞങ്ങളിതൊക്കെ തച്ചു പൊട്ടിക്കുവേ അതിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പാമ്പ് വന്ന് കടിക്കാഞ്ഞത് ഞങ്ങളൊക്കെ ഭാഗ്യം. ഇതൊന്നും ഇപ്പോൾ പെരിയിലിരിക്കുന്ന അമ്മമാർക്ക് അറിയില്ലല്ലോ ഇങ്ങനത്തെ സംഭവങ്ങൾ. ഇങ്ങനത്തെ കുട്ടികൾ കാണുന്നത് ഇപ്പോൾ ചെറിയ കുട്ടികളുള്ളൂ, പണ്ടൊക്കെ വലിയ കുട്ടിയായിരുന്നു. ഇതുണ്ടോ നമ്മളെ കാട്ടിലുണ്ടാകുന്ന ഉള്ളിയാണിത്. കാട്ടുള്ളി അറിയില്ലേ? ആ കാട്ടുള്ളിയുടെ പൂവാണിത്. ഇതെന്ത് പൂവാണെന്ന് അറിയണോലുണ്ടോ? എന്ത് ചെടിയാണെന്ന് അറിയണോലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയുണ്ടോ. എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഇത് കാട്ടുള്ളി ആവാനാണ് സാധ്യത. കാട്ടുള്ളി തന്നെയാണ്, അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി അത് ശരിയല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുണ്ടോ കേട്ടോ. കാട്ടുള്ളി നല്ല ഭംഗിയുണ്ട് പൂവ് കാണാൻ കേട്ടോ, നല്ല വെളുത്തിട്ട്. പിന്നെ അത് നമുക്കൊന്ന് കുത്തിപ്പറിച്ച് നോക്കിയാലോ? വേണ്ടല്ലേ, അവിടെ നിന്നോട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ വിശ്വാസത്തിലുള്ള കാട്ടുള്ളി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുള്ളൂ. നെഹലൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഉണ്ടാകും കുറേ. നെഹലാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഉണ്ടാകും കുറേ. വെറ്റിലി മടക്കി ഒക്കെ ഉണ്ടാവും. ഈ മാവുണ്ടല്ലോ, ഇത് നല്ല കിളിച്ചുണ്ടൻ മാങ്ങയാണ് കേട്ടോ. നല്ല പൊലിവിൽ വന്ന് അറുത്ത് കടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിറച്ചും അതിനെക്കാട്ടിലും വലിയ പുഴുക്കളൈക്കാരം. എന്നും മനുഷ്യനെ ചതിക്കണ ഒരു മാവാണിത്. വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല, നിറച്ച് പുഴുക്കാരം. എന്നാലോ പുഴുയില്ലാത്ത ഒരെണ്ണം കിട്ടിയാൽ അടിപൊളി ടേസ്റ്റ് ചെയ്കാരം. എന്തോ രസമാണെന്നറിയോ കിളിച്ചുണ്ടൻ മാങ്ങ. ഇപ്രാവശ്യം കഴിച്ചിട്ടില്ല. അതിനെ എന്തായാലേ പറമ്പൊക്കെ കയറിയിട്ട് കുറേ കാലമായിരുന്നു. ഒന്നൊന്ന് പറമ്പ് കയറിയതാണ് കുറേ കാലത്തിന് ശേഷം. പണ്ട് ഞങ്ങൾ ബൊക്കുണ്ടാക്കി കളിച്ചിരുന്ന പൂവാണിത്. മറ്റേ എന്താ പറയുക, മാങ്ങഞ്ചിൻ്റെ പൂവ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യൂ.